ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതുകൊണ്ട് കീഴിലേക്ക് പോവാം. യെസ്, ടൈലർ ഹെഡ് ഫസ്റ്റ് വൺ വീട് ഞാൻ നിർത്തി അല്ലേ? വയ്യ, വിളിച്ച് മടുത്തു. ഓക്കെ, മടുത്തവർ തന്നെ വിരുന്നൊരിക്കൽ ഗംഭീരമായിരിക്കും. വിരുന്ന് സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മുടെ അർജുൻ സർജ നായകനാവുന്ന സിനിമയാണ്. പിന്നെ നിക്കി ഇറാണിയാണ് നായിക. കണ്ണൻ താമരക്കുളം അതാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അജു വർഗീസ്, മുകേഷ് എല്ലാരും ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. സ്പെഷ്യൽ സാധനമാണെന്ന് തോന്നുന്നല്ലോ. ഓഗസ്റ്റ് സ്പെഷ്യൽ കെട്ടൊക്കെ കെട്ടി വെച്ചേക്കുന്ന അല്ലേ? ഓഗസ്റ്റ് 23 എന്തോരോ സിനിമകളാ എന്റെ മോനെ. ഒരു 10 ഈ അടുത്ത് റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സിനിമകൾ എല്ലാം കൊണ്ട് വെച്ചേക്കണേ 23 ഗംഭീരായിരിക്കും. അടുത്തത് വീണ്ടും മലയാള സിനിമ പഴയ ട്രാക്കിലേക്ക് വരും. അതാണ് ചവറ് പോലെ സിനിമകൾ ഇറക്കുക, എല്ലാം ഒരു ദിവസം റിലീസ് ചെയ്യുക. ഇറക്കുന്നതിനല്ല, അത് ഒരേ ദിവസം റിലീസിന് എത്ര തിയേറ്റർ കിട്ടും? അത് തന്നെയാണ് ഏറ്റവും വലിയ പരാജയമായി പോകുന്നത്. ഇത് റിലീസിന് തിയേറ്റർ കിട്ടൂല, കിട്ടുന്ന തിയേറ്ററിൽ ആളും ഉണ്ടാവൂല. വിടുതലൈ പാർട്ട് 2 സിനിമയുടെ അതെ കേരള തിയേറ്റർ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് വൈഗ എന്റർപ്രൈസസ്, മെരിലാൻഡ് സിനിമാസ്. ഓക്കെ, മെരിലാൻഡ് റിലീസ്. അതന്നെ. ഓക്കെ, അടുത്ത കിഴി സനിപ്പോത് സനിവാരം. സിനിമയുടെ USA ബുക്കിംഗ് 9 തുടങ്ങും, ഓഗസ്റ്റ് 9. ഓക്കെ, ഈ ഓഗസ്റ്റ് 9 എന്തോ പ്രത്യേകത ഉണ്ട്. ഓഗസ്റ്റ് 9 പ്രത്യേകിച്ച് തെലുങ്കിൽ ഓഗസ്റ്റ് 9. അതെ, നാളെ. അതായത് എല്ലാ പൂജകളും എല്ലാ പരിപാടികളും ഏതാണ്ട് ഓഗസ്റ്റ് 9 കൊണ്ടേ വെച്ചിട്ടുള്ളത്. പ്രഭാസിന്റെ ബർത്ത്ഡേ എന്നാ? അത് പ്രഭാസിനോടല്ലേ എന്നോട് വെച്ചിട്ട് എന്താ കാര്യം? ഓഗസ്റ്റ് 29 സിനിമ റിലീസ് ചെയ്യുന്നത്. അതറിയാം, നാനി നായകനാവുന്ന സിനിമയാണ്. അടുത്തത് ഗെയിം ചേഞ്ചർ സിനിമയുടെ ഡബിങ് ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റിലീസ് എന്നായിരുന്നല്ലേ? ഡിസംബർ. അത് എന്താ പാട്ടെ? അതല്ലേ 12 വട്ടോ? അല്ല, അതല്ല ഞാൻ ആലോചിക്കുന്നത്. എന്താ ശങ്കറിന്റെ അവസ്ഥ? അതൊരു സത്യം. രാംചരൺ ഫാൻസ് എല്ലാം ടെൻഷൻ അടിച്ച് ചാവറായിട്ടുണ്ടാവും. കാരണം ഇന്ത്യൻ 2 കണ്ടതാണല്ലോ. എന്താകും അവരുടെ മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ സോങ് ഇത്ര ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ കഴിഞ്ഞു. ഗെയിം ചേഞ്ചർ ആയാൽ മതിയായിരുന്നു എല്ലാവരുടെ കാര്യത്തിലും. മിക്കവാറും തിരിച്ചറിവ് ആവശ്യം കേട്ടോ ശങ്കറിന്. കാത്തിരിക്കേണ്ടി വരും കുറച്ച് നാളും കൂടി. പക്ഷെ ആ ഇരുത്തുണ്ടാവുക. ഓക്കെ, അടുത്തത് സൂര്യ 44 സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമയുടെ ഈ ഷെഡ്യൂൾ ഉണ്ടല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ഈ ആഴ്ച തീരും. ഊട്ടി ഷെഡ്യൂൾ. അതിനുശേഷം നമ്മുടെ കേരളത്തിലേക്കാണ് നമ്മുടെ ചെറുക്കം വരുന്നത്. ട്രിവാൻഡ്രം ആണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. പ്ലാനിങ്ങിലുള്ളത് കേരള ട്രിവാൻഡ്രം ആണ്. യെസ്. ഓക്കെ, എന്തായാലും 40-45% ഇതിന്റെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. കാർത്തിക് സുബരാജ് ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നത്. ആള് പെട്ടെന്ന് തീർക്കുന്നു സിനിമയൊക്കെ അല്ലേ? നല്ല സിനിമ ആവട്ടെ. അതെ, എന്തായാലും അതിന്റെ ഗ്ലിംസ് ഉണ്ടല്ലോ ഫസ്റ്റ് ഷോട്ട്. അമ്മോ, അതിലെ ആറ്റിറ്റ്യൂഡ്. അത് ഒരു കമന്റ് ഉണ്ടായിരുന്നോ? ആ ഫുൾ വീഡിയോ അല്ലേ, അതിൽ കണ്ണ് ഒരു ഒറ്റ തവണ പോലും അടയുന്നില്ല. ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. നോക്കേണ്ടി വരും, ശരിക്കും ഒന്നുകൂടി ഇരുന്ന് നോക്കേണ്ടി വരും. അടുത്തത് ടർബോ സിനിമയുടെ OTT സ്ട്രീമിംഗ് ഇന്ന് നൈറ്റ് തുടങ്ങും കേട്ടോ, സോണി ലിവില്. ഓക്കെ, അപ്പോൾ ഇന്ന് അർദ്ധരാത്രി മുതൽ ഇതാ കഥ എന്താണ്? ഇങ്ങനെ ഒരു സിനിമയുടെ പേരുണ്ടല്ലോ, ഇതാ ഇന്ന് മുതൽ നാളെ മുതൽ. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, അങ്ങനെ ഒരു മറ്റേ ഓട്ടോയിൽ അനൗൺസ് ചെയ്ത് പോണ സാധനമല്ലത്. ചേടാ മറന്നുപോയി. ഇതാ ഇന്ന് മുതൽ ഇതാ നാളെ മുതൽ ആ സാധനം. ഓക്കെ, അടുത്തത് ബാരോസ് സിനിമയുടെ ബുക്കിംഗ് ജർമ്മനിയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജർമ്മനി ബുക്കിംഗ് തുടങ്ങി. കൊള്ളാം. ജർമ്മനി പോയി ബുക്ക് ചെയ്യണം നമ്മള്. ജർമ്മനി ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കണ്ടാലോ? കഥ മാറുമോ? ബുക്കിംഗ് ചിലപ്പോൾ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. സിനിമ ഹിറ്റാവുന്ന ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. അതല്ല, അതിന്റെ അപ്പുറമുള്ള ചെയ്തു.
ഹിറ്റായി കിട്ടിയാൽ മതി. അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും. അതെ. അടുത്തത് ടോക്സിക് സിനിമയുടെ ഷൂട്ട് ഇന്ന് തുടങ്ങുകയാണ്. സിനിമയുടെ ഒരു സെറ്റിന്റെ പിക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഗംഭീര സാധനമാണ് കേട്ടോ. കൊടൂര സെറ്റ് പണിതോണ്ടിരിക്കുന്നുള്ളൂ. ഇതൊക്കെ ചെറുക്കിന് പൊളിക്കാനുള്ളതാട്ടോ. പെട്ടെന്ന് പണി തീർക്കും, എന്നിട്ടാണ് എനിക്ക് ഇതെല്ലാം പൊളിക്കാറുണ്ട്. കത്തിക്കും ചിലപ്പോ. അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി അല്ലേ? ഇത് നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്. ഇത് യശ് പൊളിക്കുന്നത്. ഇനി യഷിന് ഇത് പൊളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഗീതു മോഹൻദാസിന് പൊളിക്കണം. അത് കുറച്ച് കൂടുതലായല്ലോ. അയ്യോ, രണ്ട് രീതിയിലാണത്. രണ്ടർത്ഥത്തിൽ എടുക്കണം. ഓക്കെ, ഗുഡ് ബാഡ് അഗ്ലി അജിത് കുമാർ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. അടുത്ത ഷെഡ്യൂള് 26-ാം തീയതി തുടങ്ങും ഹൈദരാബാദ് വെച്ചിട്ട്. ഓക്കെ. ടോക്സിക്. അടുത്തെന്താണ് തരൂ? അടച്ചാണ് താത്ത. ഇന്ത്യൻ താത്ത. ശങ്കർ ഒട്ടിച്ച ഗുണ്ട് ഇന്നു മുതൽ ഇതാ നാളെ. അതാണ് ഇന്നു മുതൽ ഇതാ നാളെ മുതൽ. എന്താണെങ്കിലും ഇന്ന് അർദ്ധരാത്രി മുതൽ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. നെറ്റ്ഫ്ലിക്സ് ഒക്കെ എനിക്ക് തേങ്ങുന്ന വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോയിട്ട് കയ്യും കാലും പിടിച്ച് പുറകെ ചെന്നേക്കുക. അടുത്ത സിനിമയും തരാന്ന് ഫ്രീ ആയിട്ട്. നെറ്റ്ഫ്ലിക്സിനോട് നെറ്റ്ഫ്ലിക്സ് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട തന്നെ. നെറ്റ്ഫ്ലിക്സ് ഭയങ്കര അതിന് ഇതൊക്കെ വന്ന് കേട്ടായിരുന്നു കേട്ടോ. സംഭവം എന്തൊക്കെയാണെങ്കിലും വിജയം ഉണ്ടാവും OTT. പിന്നെ കാണും എല്ലാരും. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കാണണല്ലോ. എന്നാലും പൈസ മുടക്കിയത് തിരിച്ചു കിട്ടും നെറ്റ്ഫ്ലിക്സിന്. സിദ്ധാർത്ഥന് നന്നായിട്ട് കിട്ടും. എന്തായാലും പൈസ മുടക്കിയത് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. സിദ്ധാർത്ഥ പറഞ്ഞ എല്ലാ പ്രൊമോഷന്റെ സമയങ്ങളിലും വേറെ ലെവല് ഫുൾ ഹൈപ്പായിരുന്നു. ആളെ എന്തുദ്ദേശം പറഞ്ഞതാണ് മനസ്സിലാവാത്തത്. അയ്യോ, ആളുടെ കോൺഫിഡൻസ് ഭീകരായിരുന്നു. ശങ്കർ പോലും ഇത്രയും കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അല്ലേ, ആള് സിനിമയിലും അങ്ങനെ തന്നെയാണ് അഭിനയിച്ചതും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ലാസ്റ്റ് എത്തിയപ്പോഴേക്ക് അതൊക്കെ അങ്ങ് പോയി. ഇറങ്ങി പോടാ താത്താന്ന് പറഞ്ഞു. ലാസ്റ്റ് ആ അവസ്ഥയിലെത്തി. എന്തായാലും ഒരു ലെജൻഡറി കഥാപാത്രത്തിനെ കൊണ്ടുവന്ന് നശിപ്പിച്ച് ഒക്കെ ആക്കി വിട്ടതേ. ചീറ്റിച്ചിട്ട് ചത്തുണ്ട്. ആ സോങ് ഒക്കെ ഒന്ന് കാണല്ലേ. ഓക്കെ, അടുത്ത കിഴി വേട്ടയ്യൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ ഫഹദ് ഫാസിൽ നായകനാവുന്ന ക്യാരക്ടറിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മുടെ ഫഹദിന്റെ ബർത്ത്ഡേ ആണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ ഫഫു. അങ്ങനെ വിളിക്കണം. സന്തോഷമായോ? ഹാപ്പി ആയിട്ടുണ്ടാവും. വലിയ സന്തോഷം കാണുന്നില്ലല്ലോ. നല്ലടാ, നീയൊക്കെ കയറി എന്നിട്ട് ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. എന്നിട്ട് ഞാൻ അവരുടെ ഫഫന്റെ കാര്യമല്ല പറഞ്ഞത്. നമുക്കൊരു സന്തോഷമല്ല. നമുക്ക് സന്തോഷം. മുഖത്തേക്ക് നോക്കൂ, ഞങ്ങൾക്ക് സന്തോഷം. ഒരു കഷ്ണം കേക്ക്, ഒരൊറ്റ കഷ്ണം. ആവേശത്തിലുണ്ടല്ലോ കേക്ക് മുറിക്കുന്ന സീൻ. ബർത്ത്ഡേ സ്പെഷ്യൽ കത്തിയോടെ വന്നിട്ടേ നോക്കുമ്പോ എന്താ രസല്ലേ. അടുത്തത് മനോരഥങ്ങൾ ഓളവും തീരവും. ടീസർ വന്നിട്ടുണ്ട്, ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ആ എക്സൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ആ ഓ അല്ലേ, അതിന്റെ കൂടെ ചേർത്തുകൊണ്ട് ഓളവും തീരവും. എന്താണെങ്കിലും ഒരു പോസ്റ്ററും വന്നിട്ടുണ്ട്. ദുർഗാകൃഷ്ണയും ലാലേട്ടനും നിൽക്കുന്ന, അതുപോലെ തന്നെ ഒരു വീഡിയോയും വന്നിട്ടുണ്ട്. ഒരു 57 സെക്കൻഡ്. നമുക്ക് ഇതിന്റെ ട്രെയിലർ എന്ന് വിളിക്കാം. യെസ്, ട്രെയിലറിനോ ടീസറിനോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നീ ടീസറിന് വിളിച്ചോ, ഞാൻ ടീസറിന് വിളിക്കാം. ട്രെയിലറേ ടീസറേ. ഇപ്പൊ രണ്ടുപേരും അളിയാണല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്ത് കറുപ്പും. ദുർഗ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് കായ് ഉണ്ടാക്കിട്ട് എന്താ കാര്യം? നാടെപ്പോഴും നാടന്നെ. എന്ത്
അന്നത്തെ മുതലാളി. ഓളം തീരം ഹരീഷ് പേരടി തന്നെയാന്ന് തോന്നുന്നു വില്ലനും. സംഭവം പ്രതീക്ഷ വരുന്നു. വില്ലനായിട്ട് വരുന്നത് ഹരീഷ് പേരടി തന്നെയാന്ന് തോന്നുന്നു. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അതിന്റെ റീമേക്ക് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അതെ. പക്ഷെ നമുക്ക് ശരിക്കും അറിഞ്ഞൂട്ടോ, ഞങ്ങളത് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. നീ കണ്ടിട്ടുണ്ടോടാ? എന്തുവാടാ ഇത്? അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്താണ്ട് വന്ന സിനിമയാണ്. MTന്റെ സ്ക്രിപ്റ്റില്. നിന്റെ കാലഘട്ടത്തിൽ ഇറങ്ങിയല്ലേ, കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ നീ കൊറേ മുമ്പ് അല്ല ഭയങ്കരമായിട്ടുള്ള എന്തിനാ പറയാ, ഞാൻ അറിയത്ത് പോലുമില്ല. അത്ഭുതകരമായിട്ട് പറയുന്നത്. പിന്നല്ലാണ്ട് ഞാൻ 2000 അല്ലേ വർഷം ഞാനെങ്ങനെ അറിയുന്നത് ഇതൊക്കെ? അല്ല നിങ്ങൾ 2K കിഡ്സ് അതൊക്കെ അറിയേണ്ടതാണല്ലോ. എനിക്കറിയില്ല. നിങ്ങൾക്ക് റിസർച്ചിങ് മൈൻഡ് കുറച്ച് കൂടുതലുള്ള ആൾക്കാർ. 2K അല്ല 4K 2 ഉണ്ടെന്ന്. 2+2 എന്താണെങ്കിൽ കൊള്ളാം. മനോരഥകൾ അടിപൊളിയായിട്ട് അത് കറക്റ്റ് ആവുന്ന എങ്ങനെ അറിയാം? 4K എന്ന് പറയുമ്പോൾ 40 വയസ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആവും. എങ്ങനെയാണെങ്കിലും ഓക്കെയാ. അല്ല 2 അതാ 2+2 എന്നാലും 4K എന്ന് പറഞ്ഞാലും എല്ലാം കണക്കിലേക്ക് തന്നെ. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല 22 വയസ്സെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വരികയാണോ എന്നൊരു സംശയം ഞങ്ങൾക്ക് തോന്നി. അല്ല കണ്ടാൽ അത്ര തോന്നുള്ളെങ്കിലും അതിനേക്കാളും ഒരു 2 വയസ്സൊക്കെ കൂടുതലുണ്ട്. അതിനേക്കാളും മൂപ്പുണ്ട്. 2 വയസ്സ് കൂടുതലുണ്ട്. 2 വയസ്സ് കൂടുതലുണ്ട്. പോരെ? 24. സന്തോഷമായില്ലേ? ഓക്കെടാ. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ഫാൻസിന് അത് ഇഷ്ടപ്പെട്ടില്ല. ആർക്ക്? ഒരു വയസ്സ് കുറക്കാൻ പറ്റും. 23 ഉറപ്പിക്കാം പോലെ. അല്ലാതെ വിശ്വസിക്കൂല. അതാണ് എന്ത് ചെയ്യാനാന്ന് പറയാം. 24 ഒന്നും വിശ്വസിക്കൂല. എന്നാ ശരി.